അടുത്തത് ശ്രീ വി ശശിർ. സാർ, സംസ്ഥാനത്ത് 25 മത്സ്യബന്ധന തുറമുഖങ്ങളിലൊന്നാണ് എൻ്റെ നിയോജകമണ്ഡലത്തിലുള്ള മുതലപ്പുഴി മത്സ്യബന്ധന തുറമുഖം. ഇതിൻ്റെ പ്രവർത്തനത്തിൽ വളരെയേറെ പ്രതീക്ഷയാണ് ആ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്ക്. എന്നാൽ ഇന്ന് മിക്കവാറും എല്ലാ സീസണുകളിലും ഹൃദയഭേദകമായ ദുരന്തങ്ങൾക്ക് അവർ സാക്ഷ്യം വഹിക്കുകയാണ്. ഈ ദുരന്തങ്ങൾക്കൊരു അറുതി ഉണ്ടാകണം. വളരെയേറെ ആത്മാർത്ഥതയോടെ മത്സ്യത്തൊഴിലാളി പ്രതിനിധികളുമായി കൂടിയാലോചിച്ച് നിരവധി നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി 3 കാര്യങ്ങളിൽ സർക്കാരിൻ്റെ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് ഞാൻ ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുന്നത്. ഒന്ന്, അദാനിയുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരമുള്ള ഡ്രഡ്ജിംഗ് നടപടി ഉടനെ പൂർത്തിയാക്കണം. ചിതറിക്കിടക്കുന്ന പാറക്കല്ലുകളും ടെട്രപോഡുകളും നീക്കം ചെയ്യണം. പൊഴിമുഖം 5 മീറ്റർ ആഴത്തിലാക്കുകയും വേണം. കൂടാതെ ലോഡ് ഔട്ട് ഫെസിലിറ്റിക്ക് വേണ്ടി അദാനി പൊളിച്ചു മാറ്റിയ പുളിമുട്ട് പുനഃസ്ഥാപിക്കുകയും വേണം. രണ്ടാമത്തെ വിഷയം, 10 പുലിമുട്ടുകൾ സ്ഥാപിച്ച് തീരദേശം സംരക്ഷിക്കുന്നതിനുള്ള കിഡ്ബി പ്രോജക്റ്റ് നടപ്പാക്കുന്നതിനുള്ള ഗുരുതരമായ കാലതാമസമാണ്. 26 കോടി രൂപയുടെ ഈ പ്രോജക്റ്റ് 1 വർഷത്തിന് മുൻപ് ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്തതാണ്. ആ ചടങ്ങിന് ശേഷം ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അടിയന്തരമായി ഈ പ്രോജക്റ്റ് നടപ്പാക്കണം. മൂന്നാമത്തെ വിഷയം, CWPRS നടത്തിയ പഠന റിപ്പോർട്ട് അടിസ്ഥാനമാക്കി സർക്കാർ തയ്യാറാക്കിയ പ്രോജക്റ്റ് അടിയന്തരമായി നടപ്പാക്കാൻ ഗവൺമെൻറ് നടപടി സ്വീകരിക്കണം. ഈ 3 കാര്യങ്ങളും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ സബ്മിഷനിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം, സാംസ്കാരിക യുവജന വകുപ്പ് മന്ത്രി. സാർ, 2001 നിർമ്മാണം ആരംഭിച്ച മുതലപ്പുഴി മത്സ്യബന്ധന തുറമുഖം 3/6/2020 കമ്മീഷൻ ചെയ്തത്. സാർ, കാലാവസ്ഥ പ്രക്ഷുബ്ധമാകുന്ന സമയത്ത് കടൽ കൂടുതൽ അപകടമാകുന്ന സ്ഥിതി ഇവിടെ ഉണ്ട്. ഇവിടെ ഏതാണ്ട് 200ഓളം താങ്ങുവള്ളങ്ങളും 625ഓളം പരമ്പരാഗത വള്ളങ്ങളും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ പറയേണ്ടതാണ്. എങ്കിലും ചുരുക്കി ഞാനത് പറയാം. അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണത്തിനുള്ള കല്ലുകൾ ബാർജ് വഴി കടൽമാർഗം കൊണ്ടുപോകുന്നതിന് മുതലപ്പുഴി ഹാർബറിൻ്റെ തെക്കേ പുലിമുട്ട് പൊളിച്ച് ലോഡ് ഔട്ട് ഫെസിലിറ്റി നിർമ്മിക്കുന്നതിന് 2019-20 കാലയളവിൽ അദാനി പോർട്സുമായി നമ്മളൊരു കരാർ ഉണ്ടാക്കിയത്. ഇതിൻ്റെ ഭാഗമായി അദാനി 10/4/2018 തീയതി മുതൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പുമായി വെച്ച ധാരണാപത്ര പ്രകാരം മുതലപ്പുഴി ഫിഷിംഗ് ഹാർബറിൻ്റെ മൗത്തിലും ചാനലിലും 5 മീറ്ററും ഹാർബർ ബേസിനിൽ 3 മീറ്റർ ആഴം ഉറപ്പാക്കണമെന്നും ബ്രേക്ക് വാട്ടറിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ ആയത് പരിഹരിക്കണമെന്നും അതുപോലെ തന്നെ ഗൈഡ് ലൈറ്റ്, ബോയ എന്നിവ സ്ഥാപിക്കണമെന്നും വ്യവസ്ഥ ചെയ്തു. ഈ വ്യവസ്ഥകൾ പാലിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി ചർച്ചകൾ മന്ത്രി എന്ന തലത്തിൽ ഞങ്ങൾ നിരവധി പ്രാവശ്യം നടത്തുകയും ഇതിൽ ഭൂരിപക്ഷം കാര്യങ്ങൾ അവിടെ നമ്മൾ നിറവേറ്റാൻ പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. സർ, 2021 വർഷത്തെ ടൗട്ട്, ചുഴലിക്കാറ്റ്, 22 വർഷത്തെ മൺസൂൺ എന്നിവ മൂലം മുതലപ്പുഴി ഫിഷിംഗ് ഹാർബറിലെ തെക്കേ പുലിമുട്ടിൻ്റെ ഹെഡ് തകരുകയും ടെട്രാപോഡുകൾക്ക് സ്ഥാനഭ്രംശം സംഭവിച്ച് പ്രവേശന കവാടത്തിലും ചാനലിലും ചിതറി വീഴുകയുണ്ടായി. ഇപ്രകാരം ചാനലിൽ ചിതറിക്കിടക്കുന്ന കല്ലുകളും ടെട്രാപോഡും മത്സ്യത്തൊഴിലാളികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണി ആയി വന്നപ്പോൾ ഈ കല്ലുകൾ നീക്കം ചെയ്യുവാൻ അദാനിയുമായി നമ്മൾ ധാരണയുണ്ടാക്കി നിർദ്ദേശം നൽകി. ഇപ്പോൾ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ 80% കല്ലുകളും ഈ ചാനലിൽ നിന്ന് മാറ്റുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ബാക്കിയുള്ളത് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഈ മൺസൂൺ കഴിഞ്ഞാൽ നമുക്കവിടെ പൂർത്തീകരിക്കാൻ കഴിയും. മറ്റൊരു പ്രശ്നം ഇവിടെ ഉന്നയിച്ചത്, മത്സ്യബന്ധന തുറമുഖം അപകടരഹിതമാക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ വന്നു. 22/8/2028 തീയതി 660/2022 പ്രകാരം സർ, പൂനെ ആസ്ഥാനമായുള്ള CWPRSനെ നമ്മൾ അതിന് പഠിക്കുന്നതിന് ചുമതലപ്പെടുത്തി. അവർ അവിടെ നിന്ന് ഇവിടെ എത്തി വിവരങ്ങൾ ശേഖരിച്ചു. അതുകൂടാതെ മന്ത്രി എന്ന നിലയിലും ഉദ്യോഗസ്ഥ തലത്തിലും നിരവധി ചർച്ചകൾ ബഹുമാനപ്പെട്ട MLAയുടെ അടക്കം സാന്നിധ്യത്തിൽ നമ്മൾ നടത്തിയുണ്ടായി. സാർ, ഈ റിപ്പോർട്ട് ഇപ്പോൾ 2024 ഫെബ്രുവരി മാസം നമുക്ക് ലഭിച്ചു. ആ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തെക്ക് ഭാഗത്തു നിന്നും അഴിമുഖത്തേക്ക് മണ്ണ് അടിഞ്ഞുകൂടുന്നത് തടയുന്നതിന് വേണ്ടി തെക്കേ പുലിമുട്ടിൻ്റെ നീളം 425 മീറ്റർ വർദ്ധിപ്പിച്ച് അഴിമുഖം വടക്ക് ഭാഗത്തേക്ക് മാറ്റുന്ന
വിധത്തിലാണ് റിപ്പോർട്ടിൽ ഇപ്പോൾ രൂപകൽപ്പന നൽകിയിട്ടുള്ളത്. സാർ, ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രമന്ത്രിയുമായി നേരിട്ട് പോയി സംസാരിച്ചു. കേന്ദ്രതലത്തിൽ ഉദ്യോഗസ്ഥലത്തിൽ നിരവധി അടിയന്തര ഇടപെടൽ നടത്തി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം പോയ സന്ദർഭത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു. ഇപ്പോൾ 164 കോടി രൂപയുടെ ഒരു പദ്ധതി രൂപരേഖ സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്രത്തിൽ സമർപ്പിക്കുകയും PMMSYയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന അനുമതിക്കായിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുകയും ചെയ്യുകയാണ്. സാർ, ഇതിൻ്റെ രൂപരേഖ കേന്ദ്ര സർക്കാർ സാങ്കേതിക സമിതി തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് വന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ വന്നതോടുകൂടി തന്നെ പിന്നെ അത് അംഗീകാരത്തിന് ചില താമസങ്ങൾ വന്നു. സാർ, ഇപ്പോൾ അതിൻ്റെ ഭാഗമായി വീണ്ടും കേന്ദ്ര സർക്കാർ ഈ മുതലപ്പള്ളി മത്സ്യബന്ധന തുറമുഖം സ്മാർട്ട് ആൻഡ് ഗ്രീൻ ഹാർബറായി മാറ്റുന്നതിനുള്ള ചില ഘടകങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെന്നുള്ള നിർദ്ദേശം തന്നു. ആ നിർദ്ദേശങ്ങൾ പഠിച്ച് 15 ദിവസത്തിനകം ആ റിപ്പോർട്ട് ഇപ്പോൾ നമ്മൾ വീണ്ടും കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിച്ചു കഴിഞ്ഞാൽ അവരുമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നമ്മളുടെ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ബാംഗ്ലൂരിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് പോയിട്ടുണ്ട്. തുടർന്ന് ഡൽഹിയിലും ബന്ധപ്പെട്ട് ഏറ്റവും വേഗം നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാനുള്ള നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട MLA അടക്കം പങ്കെടുത്തുകൊണ്ടുള്ള ഒരു മീറ്റിംഗ് ഞാൻ കൂടിയിരുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സാർ, മൂന്നാമത് ഉന്നയിച്ച പ്രശ്നം രക്ഷാപ്രവർത്തനം സംബന്ധിച്ചാണ്. ഇവർ പറഞ്ഞത് ശരിയാണ്. അവിടെ നിരന്തരമായ അപകടമുണ്ടാകുന്ന ഒരു പൊഴി എന്ന നിലയിൽ അവിടെ നമ്മളിപ്പോൾ രക്ഷാപ്രവർത്തനത്തിനായിട്ട് നിലവിൽ 3 യാനങ്ങൾ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. അത് 3 ഷിഫ്റ്റുകളിലായിട്ട് 30 സീ റെസ്ക്യൂ ഗാർഡുകളും ഒപ്പം മറൈൻ എൻഫോഴ്സ്മെൻറ്റ്, കോസ്റ്റൽ പോലീസിലെ അംഗങ്ങൾ എല്ലാ സദാ ജാഗ്രതയോടുകൂടി അവിടെ ഇപ്പോൾ അപകടങ്ങൾ സംഭവിച്ചാൽ ആളുകളെ രക്ഷപ്പെടുത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. എൻ്റെ വിശദാംശം ഞാൻ പോകുന്നില്ല. മാത്രമല്ല, മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ യോഗം കഴിഞ്ഞ ദിവസം വിളിച്ചുകൂട്ടി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി കൂടി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 2 മാസം മൺസൂൺ സീസണിൽ അടച്ചിടുന്നതിനെ പറ്റി ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചു. പക്ഷേ ബന്ധപ്പെട്ട ആളുകൾ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞതുകൊണ്ട് അടച്ചിടുന്നില്ല. എങ്കിൽ ഒരു തീരുമാനം ഞങ്ങൾ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. സീസണിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ അപകടകരമായ അവസ്ഥ, കടൽക്ഷോഭം ഉണ്ടാവുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ അവിടെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ പാടില്ല. അതിനുവേണ്ടി ഒരു കമ്മിറ്റി അവിടെ ഇപ്പോൾ രൂപീകരിച്ചു. ആ കമ്മിറ്റി ഇപ്പോൾ കൂടി ഏത് ദിവസമാണ് മത്സ്യം പിടിക്കാൻ പോകേണ്ടത്, ഏത് ദിവസമാണ് പോകേണ്ടാത്തെന്നുള്ള ധാരണ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ലൊരു രക്ഷാപ്രവർത്തന തയ്യാറെടുപ്പ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ മറ്റൊരു കാര്യം, അവിടുത്തെ അപകടവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുള്ള 13 ആളുകൾ പൊടിയിൽ തന്നെ മരിച്ചിട്ടുണ്ട്. അവരെ എല്ലാം സഹായിക്കുന്നുള്ള സമീപനം ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. 10 ലക്ഷം രൂപ വീതം ഉള്ള സഹായങ്ങൾ ഇൻഷുറൻസ് സ്കീമിൽ ഉൾപ്പെടുത്തി ചെയ്തിട്ടുണ്ട്. ആ ഇൻഷുറൻസ് പരിധിയിൽ വരാത്ത മത്സ്യത്തൊഴിലാളികൾക്ക് നമ്മുടെ മുഖ്യമന്ത്രി CMDRF എന്നുള്ള സഹായങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും അവസാനം അങ്ങ് ഉന്നയിച്ചത് അവിടുത്തെ ഗ്രോയിൻ നിർമ്മാണമാണ്. അങ്ങ് പറഞ്ഞത് ശരിയാണ്. കിബി പദ്ധതി ഉൾപ്പെടുത്തി 15/3/2022 26.51 കോടി രൂപയുടെ ഒരു ഭരണാനുമതിയാണ് ലഭിച്ചത്. സാർ, അതുമായി ബന്ധപ്പെട്ട് 2.7 കിലോമീറ്റർ തീരസംരക്ഷണത്തിനായി 10 ഗ്രോയിനുകളുടെ നിർമ്മാണം കഠിനംകുളം കായലിൻ്റെ തീരസംരക്ഷണം ഉൾപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പുമായി ബന്ധപ്പെട്ട് വളരെയേറെ മുന്നോട്ട് പോയി. അന്തിമ അംഗീകാരം ലഭിച്ചു. കല്ലിട്ടെന്നുള്ളത് ശരിയാണ്. അപ്പോഴാണ് അവിടെ ടെട്രാപോഡ് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മാണം നടത്തുന്നതിന് കുറച്ചുകൂടി അധികമായ പണം ആവശ്യമായി വന്നിരിക്കുമെന്ന് പറഞ്ഞ് കരാറുകാരൻ വീണ്ടും നമ്മളെ സമീപിച്ചിട്ടുള്ളത്. അത് കിബിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വേഗം കരാറുകാരനുമായി ബന്ധപ്പെട്ട് അധിക പണം എങ്ങനെ കൊടുക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് കിബിയുമായി കൂടി ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുത്ത് നടപ്പാക്കും. മുതലപ്പൊടി ഒരു പ്രത്യേക കാര്യമായി പരിഗണിച്ച് സംസ്ഥാന ഗവൺമെൻറ്റിന് ചെയ്യാവുന്ന മുഴുവൻ കാര്യങ്ങളും അവിടെ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് ആത്മാർത്ഥമായി പറയാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക.